അമേരിക്കൻ ടെറിട്ടറിയായ പോർട്ടോറിക്കോയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റം ഡിസ്റ്റിലറിയായ കാസ ബക്കാർഡി അഥവാ ബക്കാർഡി ഹൗസിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബക്കാർഡി റമ്മിന്റെ ചരിത്രം അറിയുന്നതോടൊപ്പം ഈ ഫാക്ടറിയും പരിസര പ്രദേശങ്ങളും നമുക്കൊന്ന് ചുറ്റിക്കാണുകയും ചെയ്യാം. ഇസ്ല വെർദെ സാൻ ജുവാനിൽ നിന്നും ഊബർ എടുത്ത് കാസ ബക്കാർഡിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇസ്ല വെർദെയിൽ നിന്നും ഏകദേശം $13 ബക്കാർഡിയിലേക്കുള്ള ഊബർ ചാർജ്. പോകുന്ന വഴിക്കുള്ള സാൻ ജുവാനിന്റെ മനോഹാരിത അല്പം ആസ്വദിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഓൾഡ് സാൻ ജുവാനിലെ പിയർ 2-ൽ നിന്നും കറ്റാഞ്ഞോ പിയറിലേക്ക് 50 സെന്റിന്റെ ഫെറി എടുത്ത് അവിടെ നിന്നും ഒരാൾക്ക് $3 ഷെയർഡ് ടാക്സി എടുത്തും കാസ ബക്കാർഡിയിൽ എത്തിച്ചേരാം. ഇപ്പോൾ ഞങ്ങൾ കാസ ബക്കാർഡിയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. $30 ഈ ടൂറിന്. അകലെ കാണുന്നതാണ് ബക്കാർഡിയുടെ രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന മെയിൻ ബിൽഡിംഗ്. മനോഹരമായ 128 ഏക്കർ വരുന്ന ബക്കാർഡിയുടെ കോമ്പൗണ്ട് കണ്ടോളൂ. ഈ ടൂറിൽ ഒരു ഡ്രിങ്കും ബക്കാർഡി ഹൗസ് റം ടേസ്റ്റിംഗും ഉൾപ്പെടും. ഇപ്പോൾ ഞങ്ങൾ ബക്കാർഡി വിസിറ്റർ സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുൻപിൽ കാണുന്ന വാവലിന്റെ രൂപത്തിലുള്ളതാണ് വിസിറ്റർ സെന്റർ. ഇത് ടിക്കറ്റ് എടുക്കാനും ടൂറിന്റെ റിസ്റ്റ് ബാൻഡ് മേടിക്കാനുമുള്ള കൗണ്ടർ. ഞങ്ങൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് റിസ്റ്റ് ബാൻഡ് മേടിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള ഫ്രീ ഡ്രിങ്ക് ഓർഡർ ചെയ്യുകയാണ്. I don't mind if you put more. ഇത് ഫോട്ടോ എടുക്കുവാനായി ലിക്കർ ബാരലുകളിൽ ഉണ്ടാക്കിയ കാസ ബക്കാർഡി സൈൻ. ഇവിടെ ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഓരോ ഡ്രിങ്കും ആസ്വദിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വിവിധ ടൂറുകൾക്കായി ഓരോ ഫ്രീ ഡ്രിങ്ക് കഴിച്ച് കാത്തിരിക്കുകയാണ്. മനോഹരമായ ഈ കോമ്പൗണ്ടിൽ ബക്കാർഡിയുടെ വവ്വാൽ ലോഗോ കണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഇവിടെ എത്തി ടൂർ ആരംഭിക്കുകയാണ്. ഈ ട്രോളിയിലാണ് കോമ്പൗണ്ട് ചുറ്റിക്കാണുന്നത്. ഞങ്ങളോടൊപ്പം ഈ ടൂറിനുള്ള മറ്റുള്ളവരും ട്രോളിയിലേക്ക് കയറുകയാണ്. ഇവിടെ നിറയെ കടച്ചക്കയുള്ള കടപ്ലാവും തെങ്ങുമൊക്കെ നമുക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ റം ഡിസ്റ്റിലറി കാസ ബക്കാർഡി ടൂർ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ 45 മിനിറ്റിൽ ഇതിന്റെ ചരിത്രവും ബക്കാർഡിയുടെ വിവിധ റമ്മുകളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. 24/7 പ്രവർത്തിക്കുന്ന ഡിസ്റ്റിലറിയാണിത്. വലതുവശത്ത് പുകവലിക്കുവാനുള്ള സ്ഥലം കാണാം. ബക്കാർഡിയുടെ പാരമ്പര്യം തുടങ്ങുന്നത് ഇതിന്റെ സ്ഥാപകൻ ഡോൺ ഫാക്കുന്തോ ബക്കാർദി മസോയിലൂടെയാണ്. അദ്ദേഹം ഫെബ്രുവരി 4, 1862 ക്യൂബയിലെ സാന്തിയാഗോയിൽ ബക്കാർഡി കമ്പനി സ്ഥാപിച്ച് റം ഉണ്ടാക്കുന്ന രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. 74 വർഷങ്ങൾക്ക് ശേഷം ബക്കാർഡിയുടെ ഉൽപ്പാദനം പ്യൂർട്ടോറിക്കോയിലേക്ക് വ്യാപിപ്പിച്ചു. സാൻ ജുവാനിൽ ആ കാണുന്ന കടലിന്റെ മറുവശത്താണ് ബക്കാർഡി പോർട്ടോറിക്കോയിൽ ആദ്യം തുടങ്ങിയത്. വലതുവശത്ത് അകലെ കടലിനക്കരെ കാണുന്നതാണ് മനോഹരമായ ഓൾഡ് സാൻ ജുവാൻ സിറ്റി. ആ കാണുന്നതാണ് പോർട്ടോറിക്കോയിൽ എൽ മോറോ എന്നറിയപ്പെടുന്ന സാൻ ഫെലിപ്പെ ഡെൽ മോറോ കോട്ട. 1937 ജനുവരി 1 ബക്കാർഡിയുടെ ഉൽപ്പാദനം ഓൾഡ് സാൻ ജുവാനിൽ നിന്നും കറ്റാഞ്ഞോ എന്ന ഈ സ്ഥലത്തേക്ക് മാറുന്നത്. ഇവിടെ കറ്റാഞ്ഞോയിൽ ഏകദേശം 127 ഏക്കർ ഏതാണ്ട് 96 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള കോമ്പൗണ്ടിലാണ് ബക്കാർഡിയുടെ പ്രവർത്തനം. ലോകത്തിലേക്ക് ആവശ്യമായ ഭൂരിഭാഗം ബക്കാർഡിയും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ കഴിയുന്നതും പ്രകൃതി സൗഹൃദമായ രീതിയിൽ ഉൽപ്പാദനം നടത്താൻ ശ്രമിക്കുന്നു. മറ്റൊരു സംവിധാനത്തിലൂടെ ഉൽപ്പാദനത്തിന് വേണ്ട 75% എനർജിയും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് 100% തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പവിലിയൻ മറ്റൊരു ആംഗിളിൽ നിന്ന് കാണാം. ഈ പവിലിയന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത് സ്പാനിഷ് ആർക്കിടെക്ട് ഫെലിക്സ് കദ്ദേലയാണ്. ബക്കാർഡിയുടെ 100ാമത്തെ ആനിവേഴ്സറിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പറക്കുന്ന വാവലിന്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാവലിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട. സാധാരണയായി 2 ബക്കാർഡി അകത്താക്കി കഴിഞ്ഞാൽ വാവൽ നിങ്ങൾക്ക് സ്വയം പ്രത്യക്ഷപ്പെടും. ഇവിടെ വലതുവശത്ത് നീളമുള്ള ഗ്ലാസിൽ നിർമ്മിച്ച ഒരു കെട്ടിടം കാണാം. ഇതാണ് ബക്കാർഡി ഗാലറി. ഇവിടെയാണ് ബക്കാർഡി കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടുന്നതും കമ്പനിയുടെ വിവിധ ആനിവേഴ്സറികൾ ആഘോഷിക്കുകയും ചെയ്യുന്നത്. ബക്കാർഡി ഇപ്പോഴും ഒരു ഫാമിലി ഓൺഡ് ബിസിനസ്സായി തുടരുന്നു.
ബക്കാർഡി ഓൺ ചെയ്യുന്ന ബ്രാൻഡുകളിൽ ദീവാഷ് സ്കോച്ച്, ഗ്രേഗൂസ് വോഡ്ക, പത്രോൺ തക്കീല, കസദോറസ് തക്കീല, ബോംബെ സഫയർ ജിൻ കൂടാതെ വേറെ വളരെയേറെ ബ്രാൻഡുകളുമുണ്ട്. ഈ കാണുന്നതാണ് ജോൺ കൊമേഴ്സ് ബ്ലെൻഡിംഗ് ഫെസിലിറ്റി. ഇവിടെയാണ് മാസ്റ്റർ ബ്ലണ്ടറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് ഓരോ ബക്കാർഡി ഫ്ലേവറും ബ്ലെൻഡ് ചെയ്യുന്നത്. ഈ കാണുന്ന ഗ്ലാസ് കൊക്കോകോള ബോട്ടിൽ ഉണ്ടാക്കുന്ന അതേതരം ഗ്ലാസ് ആണ്. ഇതുതന്നെയാണ് ബക്കാർഡിയുടെ ബോട്ടിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മഞ്ഞ ബിൽഡിങ്ങിന്റെ പുറയിൽ കാണുന്ന സ്റ്റില്ലിലാണ് ബക്കാർഡി റമ്മിന്റെ ഹെവി റം ബേസ് ഡിസ്റ്റിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് അരോമാറ്റിക് ഫ്ലേവറുള്ള റം ബേസിനെ വിളിക്കുന്നത് അറുവ ആര്യന്തെ എന്നാണ്. ഈ ബാരലുകളുടെ എല്ലാം പിറകിൽ നമുക്ക് 5 ഡിസ്റ്റിലേഷൻ കോളംസ് കാണാം. ഇവയാണ് ലൈറ്റ് റം ബേസ് വാറ്റുന്നത്. ഈ ഡിസ്റ്റിൽ കോളങ്ങൾ ഫ്ലേവേഴ്സ് നീക്കി ആൽക്കഹോൾ ലെവൽ ഏറ്റവും കൂടുതലാക്കുന്നു. ഇതാണ് പ്രൊഡക്ഷൻ സൈക്കിളിലെ ഏറ്റവും പ്രധാന ബിൽഡിംഗ്. ഇതിനെ ലാ കത്തീഡ്രൽ ദെ റോൺ, ദി കത്തീഡ്രൽ ഓഫ് റം എന്ന് വിളിക്കുന്നു. 160 വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബക്കാർഡി ഈസ്റ്റ് ഈ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിലാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. വലിയ ഒരു സെക്യൂരിറ്റി ഡോർ കടന്നു വേണം അവിടെ പ്രവേശിക്കാൻ. പ്ലാന്റിലുള്ള 5 പേർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാനാവൂ. ഈ കെട്ടിടത്തിന്റെ മുന്നിൽ ബക്കാർഡിയുടെ സ്ഥാപകൻ ഡോൺ ഫക്കുന്തോ ബക്കാർഡി മാസോയുടെ വെങ്കല പ്രതിമയാണ്. ബക്കാർഡിയുടെ 150ാം ആനിവേഴ്സറിയിൽ ഹെലേന ബക്കാർഡി ബ്രാവോ ആണ് ഈ ശില്പം അനാച്ഛാദനം ചെയ്തത്. ഈ വലതുവശത്ത് കാണുന്ന പുരാതന ട്രെയിൻ 1900കളിൽ പോർട്ടോറിക്കോയുടെ സൗത്തിൽ നിന്നും ഇവിടേക്ക് മൊളാസസ് കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ പോർട്ടോറിക്കോയിൽ വലിയ തോതിൽ കരിമ്പ് കൃഷിയില്ല. ഗ്വാട്ടിമാല, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, നിക്കരാഗ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് മൊളാസസ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഈ കാണുന്നതാണ് മാഷ് ഇട്ട് വയ്ക്കാനുള്ള ടാങ്കുകൾ. ഇത് 20 എണ്ണമുണ്ട്. ഓരോ ടാങ്കും 50,000 ഗാലൻ മാഷ് കൊള്ളുന്നതാണ്. ഈ കാണുന്ന നീല ടാങ്കുകളിലാണ് മൊളാസസ് സൂക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള 3 ടാങ്കുകളിൽ ഓരോന്നിലും 225 മില്യൺ ഗാലൻ മൊളാസസ് സ്റ്റോർ ചെയ്യാം. ഇവിടെ വലതുവശത്ത് കാണുന്നത് കരിമ്പാണ്. ഇതാണ് റം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഞങ്ങളുടെ ട്രോളി ഇപ്പോൾ ആദ്യത്തേതും അവസാനത്തേതും സ്റ്റോപ്പായ വിസിറ്റർ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അകത്ത് പ്രവേശിച്ച് ബക്കാർഡിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു മൂവി കാണുകയും ബക്കാർഡി എങ്ങനെ ഉണ്ടാക്കുന്നു, ഏതൊക്കെ വെറൈറ്റികളാണ് ഉള്ളത് എന്നൊക്കെയും പഠിക്കാം. പ്യൂർട്ടോറിക്കോയിലെ ഭാഷ സ്പാനിഷ് ആണ്, ഇംഗ്ലീഷ് അല്ല. Facundo Bacardí to experiment with the rum we know today. The first event was sugarcane when it was brought to the Caribbean. It originated in New Guinea and then brought by the Spaniards on the second voyage to the New World. With the arrival of sugarcane in the 17th century, byproducts of it began to be used to create the first style of rum. ഇനി ബക്കാർഡി മൂവി കാണാം. A la Casa Bacardi. Your journey today takes you from our humble beginnings more than 150 years ago to our status as one of the world's favorite premium rum brands. Our story begins on February 4th, 1862, in Santiago de Cuba, where our founder, Don Facundo Bacardí Massóin, began experimenting with the distillation of rum. After entering the distillery, his wife Amalia noticed a colony of fruit bats hanging from the rafters. As a lover of the arts, she knew instantly that this would be the perfect logo for her husband's rum. Bacardi rum became known as el rum del murciélago, or the rum of the bat. Since 1862, Bacardi rum has been awarded more than 550 times in international expositions and competitions. On this date, Her Majesty, the Regent Maria Cristina, appointed Bacardi purveyors to the royal Spanish household, and Bacardi forever became known as the King of Rums. To celebrate the end of the Spanish-American War in 1900, Bacardi was used to create the first ever Cuba Libre, Bacardi and Coke, now one of the most ordered cocktails around the world. At the same time, Enrique Schweg began to produce Bacardi rum in the same way and under the same demanding standards outside of Cuba. He expanded the production of Bacardi to Mexico and to our first facility in Puerto Rico. After Prohibition, the company opened a sales office in New York City, later moved to Miami, and now currently in Coral Gables, Florida. The current facility in Cataño, Puerto Rico, was established in 1958 and is the world's largest premium rum distillery. Christened by then Puerto Rico Governor, the Honorable Luis Muñoz Marin, as the Cathedral of Rum. By 1978, Bacardi rum became the #1 premium spirit brand in the United States. The following year, #1 in the world. Whether you say Bacardi or Bacardi,
we welcome you to enjoy our premium rum aged under the sun. On behalf of the Bacardi family and our employees, we welcome you to explore Casa Bacardi. ഇവിടെ മാഷിട്ട് വയ്ക്കാനുള്ള ടാങ്കുകളും ഡിസ്റ്റിൽ ചെയ്യാനുള്ള സ്റ്റില്ലുകളും കാണാം. എങ്ങനെയാണ് ബക്കാർഡി റം ഉണ്ടാക്കുന്നതെന്നുള്ള ചെറിയ വിവരണവും നമുക്ക് ശ്രദ്ധിക്കാം. We are a little bit more ready to learn how rum is made. Who's ready? There are 3 main ingredients we need. Do you remember those ingredients? Yeah, water, molasses and yeast. And yeast, yes, beautiful. Water, molasses, and yeast. Those are the 3 main ingredients we need to create rum. ഫെർമെന്റേഷനാണ് റം ഉണ്ടാക്കുന്നതിന്റെ ആദ്യഘട്ടം. നമ്മൾ അതിനെ ഡിസ്റ്റിലേഴ്സ് ബിയർ എന്ന് വിളിക്കുന്നു. ഈ മാഷിന് വളരെയേറെ ഫ്ലേവേഴ്സും അരോമയും ഉണ്ട്. 8 മുതൽ 10% വരെ ആൽക്കഹോളാണ് ഇതിലുള്ളത്. ഇത് ഡിസ്റ്റിൽ ചെയ്ത് ഹെവി റം ബേസ് ഉണ്ടാക്കുന്നു. ഹെവി റം ബേസ് വീണ്ടും ഡിസ്റ്റിൽ ചെയ്ത് ആൽക്കഹോൾ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ലൈറ്റ് റം ബേസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇത് ബ്ലെൻഡ് ചെയ്ത് ബാരലുകളിൽ ഏജ് ചെയ്ത് വിവിധ റമ്മുകളാക്കി മാറ്റുന്നു. ഇവിടെ ഡിസ്റ്റിൽ ചെയ്യാനുള്ള ഒരു കോപ്പർ കോളം കാണാം. ഭിത്തിയുടെ ചുറ്റും വിവിധ ബക്കാർഡി റമ്മുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഒന്ന് മുതൽ 12 വർഷം വരെയുള്ള ഏജിംഗ് പ്രോസസ്സിലൂടെയാണ് വിവിധ തരത്തിലുള്ള ബക്കാർഡി റം ഉണ്ടാക്കുന്നത്. ഓക്ക് മരത്തടിയിൽ ഉണ്ടാക്കിയ ബാരലുകളിലാണ് റം ഏജ് ചെയ്യുന്നത്. ഇവിടെ 2 സൈഡിലും തറയിലുമായി വളരെയേറെ ഓക്ക് ബാരലുകൾ വെച്ചിരിക്കുന്നു. ഏജ് ചെയ്യുമ്പോൾ ഓരോ വർഷവും കുറച്ച് ശതമാനം ആൽക്കഹോൾ ബാരലുകളിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. 12 വർഷം ഏജ് ചെയ്ത ഒരു ബാരലിൽ ഏകദേശം 60% മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ആൽക്കഹോളിനെ ഏഞ്ചൽ ഷെയർ അഥവാ മാലാഖമാരുടെ വീതം എന്നാണ് വിളിക്കുന്നത്. ഈ റൂമിൽ ബക്കാർഡിയുടെ ഫാമിലിയുടെ ചിത്രങ്ങളും എല്ലാ ബക്കാർഡി റമ്മുകളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഈ 3 പേരാണ് ബക്കാർഡിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചത്. മകൻ എമിലിയോ ബക്കാർഡി മൊറിയോ, മരുമകൻ ഹെൻറി ഷുവ ഷേസിൻ, മകൻ ഫക്കുണ്ടോ ബക്കാർഡി മൊറിയോ. ഇനി നമ്മുടെ ടൂർ ഗൈഡ് പ്രധാന ബക്കാർഡി റമ്മുകൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഫക്കുണ്ടോ ബക്കാർഡി ആദ്യമായി നിർമ്മിച്ച ബക്കാർഡി സുപ്പീരിയർ കാർട്ട ബ്ലാങ്ക. ഇത് വളരെ സുപ്പീരിയർ റമ്മാണെന്ന് ഫക്കുണ്ടോ വിശ്വസിച്ചിരുന്നതിനാലാണ് സുപ്പീരിയർ എന്ന പേരിടുന്നത്. ഇത് ഫക്കുണ്ടോയുടെ രണ്ടാമത്തെ നിർമ്മിതി ബക്കാർഡി ഗോൾഡ്. കൊക്കോകോളയും ബക്കാർഡിയും ചേർന്നുള്ള ക്യൂബ ലിബ്രെ എന്ന കോക്ടെയിലാണ് ലോകത്തിൽ ഏറ്റവും വിൽക്കുന്ന കോക്ടെയിൽ. ഇത് 1 മുതൽ 2 വർഷം വരെയും ഇത് 2 മുതൽ 3 വർഷം വരെയും ഏജ് ചെയ്ത റമ്മാണ്. ഇത് ബക്കാർഡി അഞ്ഞേഹോ 4 മുതൽ 6 വർഷം വരെ ഏജ് ചെയ്തു. ഇത് 8 മുതൽ 10 വർഷം വരെ ഏജ് ചെയ്ത ബക്കാർഡി റിസർവ ഓച്ചോ. ഇത് സ്ട്രെയിറ്റ് ആയി എൻജോയ് ചെയ്യേണ്ടതാണ്. അടുത്തത് 10 മുതൽ 12 വർഷം വരെ ഏജ് ചെയ്ത ബക്കാർഡി ഗ്രാൻഡ് റിസർവ ദിയേസ്. ഇതാണ് കാസ ബക്കാർഡി. ഇത് ബക്കാർഡി അനേഹോ, ഇത് ബക്കാർഡി റിസർവ, ഇത് ബക്കാർഡി ഗ്രാൻഡ് റിസർവ, ഇത് കാസ ബക്കാർഡി. ഇത് ബക്കാർഡിയുടെ ഹൗസ് ബ്രാൻഡാണ്. ആർ യു ഗൈസ് റെഡി? പ്രസന്റിംഗ് ദ കാസ ബക്കാർഡി സ്പെഷ്യൽ റിസർവ്. ഇവിടെ എല്ലാവരും കാസ ബക്കാർഡി എന്ന ബക്കാർഡിയുടെ ഹൗസ് റം ടേസ്റ്റ് ചെയ്യുകയാണ്. ഇത് കടകളിൽ വാങ്ങുവാൻ കിട്ടുകയില്ല. ഇവിടെ നിന്ന് മാത്രമേ ഇത് വാങ്ങുവാനാവൂ. ഇനി ബക്കാർഡിയുടെ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോകാം. ഇവിടെ ബക്കാർഡിയുടെ എല്ലാ പ്രോഡക്റ്റുകളും മറ്റ് ബക്കാർഡി ഗിഫ്റ്റ് സാധനങ്ങളും വാങ്ങിക്കാൻ കഴിയും. A la República Dominicana, la casa del merengue, la casa de la bachata, la 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 la, la casa del merengue, la 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 la. ഇനി പുറത്തെ ചില കാഴ്ചകൾ കാണാം. ഇതാണ് ഇഗ്വാന എന്ന പല്ലിവർഗത്തിൽപ്പെട്ട ജീവി. 2 മീറ്റർ വരെ നീളമുള്ള ഇതിന്റെ ഇറച്ചി കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എപ്പോഴും വലിയ കാറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും മറക്കല്ലേ. ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.